നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഈസ്റ്റ് തിമോറിന്റെ തലസ്ഥാനമായ ദില്ലിയിൽ ഫ്രാൻസിസ് പാപ്പ വിമാനമിറങ്ങി. ഏഷ്യയിലും ഓഷ്യാനിയയിലേക്കുമുള്ള തന്റെ യാത്രയിൽ പാപ്പ സന്ദർശിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണിത്. പാപ്പുവ ന്യൂഗിനിയയിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താണ് ഫ്രാൻസിസ് പാപ്പ പ്രാദേശിക സമയം 2:10 ഈസ്റ്റ് തിമോറിൽ എത്തിച്ചേർന്നത്. തന്റെ യാത്രയുടെ അവസാന ഘട്ടമായ സിംഗപ്പൂരിലേക്ക് പോകുന്ന സെപ്റ്റംബർ 11 ബുധനാഴ്ച വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെയായിരിക്കും. 1989 ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇവിടം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ. നിർദ്ദിഷ്ട ESIയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനസുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റുകളിൽ ജാഗ്രതാ ദിനാചരണം നടത്തി. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി ജലനിരപ്പ് 100 അടിയിലേക്ക് താഴ്ത്തി നിർത്തുവാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണം. അന്തർദേശീയ ഡാം സുരക്ഷാ വിദഗ്ധരെ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പരിശോധിപ്പിക്കുന്നതിന് സുരക്ഷാ പരിശോധനാ സമിതിക്ക് മുമ്പാകെ കേരളം സമ്മർദ്ദം ചെലുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ വാഷിംഗ്ടൺ DCCയിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നാഷണൽ ദേവാലയത്തിൽ മദർ തെരേസയുടെ ജീവിതത്തെ കേന്ദ്രമാക്കിയുള്ള എക്സിബിഷൻ തുടരുന്നു. ഓഗസ്റ്റ് 19 ആരംഭിച്ച എക്സിബിഷൻ നവംബർ 11 വരെ തുടരും. മദർ തെരേസയുടെ പല സ്വകാര്യ വസ്തുക്കളും വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ തിരുശേഷിപ്പിനോടൊപ്പം സൂക്ഷിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും യുവജന ഗ്രൂപ്പുകൾക്കും പാവപ്പെട്ടവരുടെയും രോഗികളുടെയും പരിചരണത്തിനായി സമർപ്പിക്കപ്പെട്ട സംഘടനകൾക്കും എക്സിബിഷൻ ആകർഷകമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നാഷണൽ ദേവാലയത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി പിക്കാരല്ലോ പറഞ്ഞു. മദർ തെരേസ ധരിച്ചിരുന്ന സാരി, ക്രൂശിത രൂപം, പ്രധാന രേഖകൾ എന്നിവയുൾപ്പെടെ മദർ തെരേസയുടെ നിരവധി തിരുശേഷിപ്പുകൾ സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇക്വഡോറിലെ ക്വിറ്റോയിൽ നടക്കുന്ന 53ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഉദ്ഘാടന ദിനത്തിൽ 1600 കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടത്തി. സെപ്റ്റംബർ 8 ആരംഭിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 54 രാജ്യങ്ങളിൽ നിന്നും ബിഷപ്പുമാർ, വൈദികർ, സന്യസ്തർ, ആത്മായർ, അൾത്താരപാലന്മാർ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 25,000 പേർ പങ്കെടുത്തു. കുട്ടികൾ കുർബാനയുടെ മിഷണറിമാരാകാനും അവരുടെ കുടുംബങ്ങളിൽ സാഹോദര്യം കെട്ടിപ്പടുക്കാനും അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. യേശുവുമായുള്ള സൗഹൃദത്തിൽ വളരേണ്ടതിന്റെയും മറ്റുള്ളവരുമായി സന്തോഷം പങ്കിടുന്നതിന്റെയും പ്രാധാന്യം ആർച്ച് ബിഷപ്പ് ആൽഫ്രഡോ ജോസ് എസ്പിനോസ മാത്യൂസ് വെളിപ്പെടുത്തി. പാപ്പുവ ന്യൂഗിനിയയിൽ അസാധാരണമായ സാംസ്കാരിക മാനവിക സമ്പന്നത തന്നെ ഏറെ ആകർഷിപ്പിച്ചുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി പാപ്പുവ ന്യൂഗിനിയുടെ തലസ്ഥാനമായ പോർട്ട് മോറസ്ബിയിൽ എത്തിയ പാപ്പ ഭരണാധികാരികളെയും പൗരസമൂഹ പ്രതിനിധികളെയും നയതന്ത്ര പ്രതിനിധികളെയും അഭിസംബോധന ചെയ്ത് നടത്തിയ കന്നി പ്രഭാഷണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. 100 കണക്കിന് ദ്വീപുകളുടെ ഒരു സമൂഹമായ പാപ്പുവ ന്യൂഗിനിയയിൽ 800-ലധികം ഭാഷകൾ സംസാരിക്കപ്പെടുന്നതും ഏതാണ്ട് അതിനോടടുത്ത ഗോത്രങ്ങളുള്ളതും സൂചിപ്പിച്ച പാപ്പ ഈ വൈവിധ്യങ്ങൾ എടുത്തുകാട്ടുന്നത് ആ നാടിന്റെ അസാധാരണമായ സാംസ്കാരിക മാനവിക സമ്പന്നതയാണെന്നും ഇത് തന്നെ ആത്മീയമായും ഏറെ ആകർഷിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞു.